ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലാബ് ലേണിംഗ്. നമ്മളപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അടുത്ത ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. നമുക്ക് നോക്കാം എന്താണ് അതിന്റെ പേര്. ഹിൽസ് ലൈക്ക് വൈറ്റ് എലിഫൻസ്, റിട്ടൺ ബൈ ഏണസ്റ്റ് ഹെമിംഗ്വേ. ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് ഹെമിംഗ്വേ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഹിൽസ് ലൈക്ക് വൈറ്റ് എലിഫൻസ്, വലിയ വെളുത്ത ആനകളെ പോലെ തോന്നുന്ന കുന്നുകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ എന്നാണ് മലയാളത്തിലുള്ള ഒരു ട്രാൻസ്ലേഷൻ. സ്റ്റിൽ നമുക്ക് നോക്കാം എന്താണ് ഈ കഥ എന്ന് പറയുന്നത്. കഥയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1927. 1927 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു കഥ എവിടെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, എവിടെയാണ് ഉള്ളത് എന്ന് നോക്കാം. സ്റ്റോറി ടേക്സ് പ്ലേസ് അറ്റ് എ ട്രെയിൻ സ്റ്റേഷൻ ഇൻ എ റൂറൽ ഏരിയ ഓഫ് സ്പെയിൻ. സ്പെയിനിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് കഥ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് കഥ മുഴുവനായിട്ട് നടക്കുന്നത്. ആൻഡ് ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ആൻ അമേരിക്കൻ മാൻ ആൻഡ് എ യങ് ഗേൾ നെയിം ജിഗ്. ജിഗ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഒരു അമേരിക്കൻ ആയിട്ടുള്ള ഒരാളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഈ കഥ മുഴുവനായിട്ട് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും രണ്ടുപേര് കോൺവെർസേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കഥയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സ്പെയിനിലാണ് ഈ കഥ നടക്കുന്നത്. സ്പെയിനിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ആക്ച്വലി ഈ കഥ നടക്കുന്നത്. അവിടെ ഒരു മാനും അതുപോലെ ജിഗ് എന്ന് പറയുന്ന ഒരു ഗേൾ, യങ് ഗേൾ ആണ് അവിടെ ഉള്ളത്. അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ കഥ എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദേ ഡൂയിങ്, എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് ഈ കഥ എന്നുള്ളതിലേക്ക് തുടങ്ങാം. ദേ ആർ വെയിറ്റിംഗ് ഫോർ എ ട്രെയിൻ ടു മാഡ്രിഡ്. They order 2 beers and the girl gazes at a line of distant hills. അപ്പൊ ഇവര് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് മാഡ്രിഡിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ട്രെയിനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് കുടിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ട് അവർ ഇരുന്നിട്ട് ഒരു ഡിസ്റ്റന്റ് ഹില്ലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ കാണുന്ന ഒരു മലയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. അപ്പൊ അവർ തമ്മിലുള്ള സംഭാഷണം ഒന്നും തുടങ്ങിയിട്ടില്ല, അവർ ജസ്റ്റ് അവിടെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദ ബാക്ക്ഗ്രൗണ്ട് ഇമേജറി ഓഫ് ദ സ്റ്റോറി ഈസ് സ്പാനിഷ് ഹിൽസ് വിച്ച് ലുക്സ് ലൈക്സ് വൈറ്റ് എലഫൻസ്. നമ്മളുടെ കൃത്യമായ ഭാവന ഇതിലേക്ക് വന്നു കഴിഞ്ഞു. അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന മലകളെ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വെളുത്ത വലിയ ആനയെ പോലെ തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഷീ തിങ്സ് ദ ഹിൽ ലുക്സ് ലൈക്ക് വൈറ്റ് എലിഫൻസ്. അപ്പൊ ഇത് ആദ്യമായിട്ട് കൂടുതലായിട്ട് പറയുന്നത് ഈ പെൺകുട്ടിയാണ്, ഈ ഗേൾ ആണ് പറയുന്നത്. അദ്ദേഹം ഈ അമേരിക്കൻ മാനോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ മലയിലേക്ക് ഒന്ന് നോക്കുക, അതിനെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ വൈറ്റ് എലിഫന്റ് എന്ന് പറയുന്നത്. അത്രയും വലിയൊരു ആനയെ പോലെ തോന്നുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇതിന് രണ്ട് അർത്ഥം ഉണ്ടെന്ന് നമുക്ക് ആക്ച്വലി അറിയാം, അല്ലെ? നിങ്ങളത് ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. ദ മീനിങ് ഓഫ് വൈറ്റ് എലിഫന്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് എക്സ്പെൻസീവ് ടു മെയിൻറ്റെയിൻ ബട്ട് നോട്ട് യൂസ്ഫുൾ ഓർ വാല്യൂബിൾ. വൈറ്റ് എലിഫന്റ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ ജാർഗണ്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ ഒരു വസ്തു, എന്നാൽ അതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു യൂസ്ഫുൾനെസ്സോ അതിനൊരു വാല്യൂ ഒന്നുമില്ല. അപ്പൊ നമ്മളുടെ കയ്യിൽ എന്തോ വില കൂടിയ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്താ പ്രശ്നം, അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ധാരണയില്ല, അത് എന്ത് ചെയ്യണമെന്നറിയില്ല, അതിന് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല, അത് യൂസ്ഫുള്ളും അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്ന കോൺവെർസേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കോൺവെർസേഷന്റെ ഇടയിൽ ഇവര് പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവര് പറയാതെ പറയാ, അതായത് നമ്മൾക്ക് എന്തെങ്കിലും ക്ലൂ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് പോലെ അവര് പറയുന്നുണ്ട്, ലേഡി പറയുന്നുണ്ട്, ഈ ഗേൾ പറയുന്നുണ്ട്, ഇത് വൈറ്റ് എലിഫന്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനൊരു ഉള്ളിലൊരു അർത്ഥമുണ്ട്, ഇന്നർ മീനിങ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് ഇന്നർ മീനിങ് എന്നുള്ളതാണ് ഈ കഥയുടെ സമ്മറി അല്ലെങ്കിൽ ക്രക്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു മലയെ നോക്കി ഇവര് പറയാണ് വൈറ്റ് എലിഫന്റ് എന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് എന്തോ ഒരു അർത്ഥമുണ്ട്. എന്താണ് ആ അർത്ഥം? The woman is thinking about having an abortion. അപ്പൊ നമ്മൾ മെയിൻ തീമിനെ പറ്റി നമ്മൾ പറയാണ്. ഈ വിമൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരാളും ഈ ഒരു ലേഡിയും കൂടെ സംസാരിക്കാതെ സംസാരിക്കുന്നത്. അവര് കുറച്ച് ക്ലൂസും ഹിൻസും ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അവരൊരിക്കലും തുറന്ന് പറയുന്നില്ല എന്താ പ്രശ്നം എന്നുള്ളത്. നമ്മളും കൂടെ ഊഹിക്കണം. അതിനാണ് ഈ വൈറ്റ് എലിഫന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ഫ്രേസ് കേട്ടിട്ടുണ്ടായിരിക്കും, ദ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ് എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത്? നമ്മളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം, അതിനെക്കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതേ ഇല്ല. നമുക്ക് വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്താ? എക്സാം എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കുകയേ ചെയ്താലോ എക്സാം എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കിട്ടില്ല, അതൊരിക്കലും ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ലേഡിയുടെയും ഈ ഒരാളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവര് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അവര് പറയാതെ കുറച്ച് ക്ലൂ വെച്ചിട്ടും ഹിൻസ് വെച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ലേഡി എന്ന് പറയുന്നത്, ഈ ഗേൾ എന്ന് പറയുന്നത് ആരാണ്? അവർ ആക്ച്വലി അബോർഷൻ, അതായത് അബോർഷൻ അറിയാലോ, അബോർഷൻ നടത്തണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ട്ണറുടെ കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഇരിക്കുന്നത്, അതായിരിക്കും ഈ മാൻ എന്ന് പറയുന്നത്. ബട്ട് ദേ ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇവര് പറയല്ല ചെയ്യുന്നത്. അപ്പൊ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് അബോർഷൻ ചെയ്യണമെന്നൊന്നും അല്ല അവര് പറയുന്നത്. അവർക്ക് പറയാൻ എന്തോ മടിയുള്ളത് പോലെ നമുക്ക് ആ കഥ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ അവര് പറയാതെ പറയാ,
ഇങ്ങനെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അതിനെ അബോർട്ട് ചെയ്യണോ ചെയ്യണ്ടയോ? അപ്പൊ ഇവർക്കൊരു വിശ്വാസമില്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് എന്നാൽ ഈ വായിക്കുന്ന നമ്മളോട് പറയുന്നതുമില്ല. നമ്മൾ എന്താ കേൾക്കുന്നത്? ഇത്ര ഇവർ പറയാതെ പറയുന്ന ഈ വൈറ്റ് എലഫന്റിനെയും എലഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്ന ഫ്രേസിനെയൊക്കെ പോലെ ഇവർ പറയാതെ പറയാണ് എന്ത് ഈ ഒരു കാര്യമുള്ളത്. ഇൻസ്റ്റഡ് ദേ യൂസ് ഹിൻസ് ആൻഡ് അവോയ്ഡ് സെയിങ് വാട്ട് ദേ റിയലി മീൻ. അപ്പൊ ഇവർ തുറന്ന് പറയുന്നില്ല ഇതാ പ്രശ്നം എന്നുള്ളത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇവരറിയുന്നതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അത് രണ്ടുപേരും അവർ ചെയ്യുന്നതുമില്ല. നൗ ദ മാൻ വാണ്ട്സ് ഹർ ടു ഹാവ് ആൻ അബോർഷൻ ബട്ട് ദ വുമൻ ഈസ് ഇൻ ഷുവർ. ഈ ആൾക്ക്, ഈ പുരുഷന് ഇവരെ കൊണ്ട് അബോർഷൻ ചെയ്യിച്ചാൽ കൊള്ളാമെന്ന് ഉണ്ട് മനസ്സിൽ. പക്ഷെ ഈ ഒരു വിമൻ എന്ന് പറയുന്നത് അവർ ഒട്ടും ഷുവർ അല്ല. അവർക്ക് അറിയില്ല അത് ചെയ്യണോ ചെയ്യേണ്ടതില്ല, പ്രശ്നങ്ങൾ എന്താണ്, നല്ലതാണോ ചീത്തയാണോ. പക്ഷെ ഈ മാൻ എന്ന് പറയുന്ന ആൾ എന്താ ചെയ്യുന്നത്? അയാൾ ഇത് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അത് ചെയ്താൽ നന്നായിരിക്കും, നീ അത് ചെയ്താൽ നന്നായിരിക്കുന്നു. പക്ഷെ ഈ വിമൻ ഒരിക്കലും ഒരു ആത്മവിശ്വാസം വരുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവര് തമ്മിലുള്ള ഈ പറയാതെ പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറാൻ തുടങ്ങി. The imagery of hills symbolizes the unclear and tense situation between them. ഇത്രയും വലിയ മല പോലെ ഇരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം അവരുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇവരിത് സംസാരിച്ച് തീർക്കുന്നുണ്ടോ? ഇല്ല. അവർ ഈ ഹിൻസും ക്ലോസ് ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം പറയുന്നുണ്ട് എന്നല്ലാതെ ഈ സിറ്റുവേഷനിലേക്ക് അവർ വരുന്നില്ല. Their conversation indicates problems in their relationship and the big decision they are facing. അവര് റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ അവരെടുക്കേണ്ട വലിയൊരു തീരുമാനമുണ്ട്. ഈ കുട്ടി അല്ലെങ്കിൽ ഈ ഗേൾ അബോർഷൻ ചെയ്യണോ? ആ കുട്ടിക്ക് അത് സമ്മതമാണോ? ഈ പുരുഷൻ എന്താണ് പറയുന്നത്, ഈ മാൻ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇവരിത് തുറന്ന് സംസാരിക്കുന്നില്ല. അതാണ് ഈ വൈറ്റ് എലഫന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മലയോട് ഉപമിക്കുന്നത് പോലെയുള്ളത്. ഇപ്പൊ മലയുടെ അത്രയും വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് പറയാത്തത് കൊണ്ട് എന്താണ്, ഈ ഒരു പ്രശ്നം ഒരിക്കലും മാറുന്നില്ല. Now there is tension ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. As they discuss an operation and the man is trying to put jig. ഈ പുരുഷൻ എന്താ ചെയ്യുന്നത്? ഇവരെ പിന്നെയും പറഞ്ഞ് ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടി ചെയ്യിക്കാൻ നോക്കുകയാണ്, അബോർഷൻ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ഇവരത് ചെയ്യാനും പറയുന്നില്ല, ചെയ്യാതിരിക്കാനും പറയുന്നില്ല. ഈ സ്ത്രീക്ക് അതിൽ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഇയാൾ ചോദിക്കുന്നില്ല. അയാള് അറിയാതെ ഓരോ കോൺവെർസേഷൻ കഴിയുമ്പോൾ ഇത് ഹിൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Now Jig wonders what will happen after the operation. ഈ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും ഇവർക്കറിയില്ല. അവർ ഗേൾ ആണ്, ഒരു അധികം വയസ്സൊന്നും ആവാത്ത ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് പേടിയുണ്ട്, എന്താ ഉണ്ടാവുക, എങ്ങനെയാ ഉണ്ടാവുക എന്നൊന്നും അവർക്കറിയില്ല. Now the man thinks it is best thing to do. എന്താ best thing to do എന്ന് പറയുന്നത്? അബോർഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ പുരുഷന്റെ അഭിപ്രായ പ്രകാരം ഏറ്റവും നല്ല കാര്യം. പക്ഷേ ഷീ ഈസ് ഇൻ ഷുവർ, അവർക്ക് അത്രയും ഒരു ഉറപ്പൊന്നുമില്ല. അവർക്ക് പേടി ഉണ്ടായിരിക്കാം, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. ബട്ട് ഷീ ഡസൻ ഹാവ് ടു ഡു ഇഫ് ഷീ ഡസൻ വാണ്ട് ടു. അപ്പൊ അയാൾ അതിന്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ ചെയ്താൽ മതി, നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ ചെയ്താൽ മതി, അല്ലെങ്കിൽ നീ ചെയ്യണ്ട. അയാളുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഇവര് ചെയ്യണമെന്ന് തന്നെയാ ഉള്ളത്. അത് തുറന്ന് പറയുന്നില്ല. അവിടെ പേടിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ കരയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പൊ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ ആണെങ്കിൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെയും ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. She tells him to stop talking and threatens to scream if he doesn't. മതിയടോ പറഞ്ഞത്, അങ്ങനെ പറയില്ലേ? അതുപോലെ ഇവര് പറയാണ്, നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കും. സ്ത്രീ പറയാണ് ഈ പുരുഷനോട്, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കും. ഇല്ല, ഇനി ഇത് പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കാനാണ് നിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ ഉറക്കെ പൊട്ടിക്കരയും, എന്നിട്ട് നാട്ടുകാരെ വിളിച്ചു കൂട്ടുന്നതാണ് സിമ്പിൾ ആയിട്ട് അവര് പറയുന്നത്. അപ്പൊ അത്രയും വലിയ പ്രശ്നം നിൽക്കുമ്പോൾ ഇയാൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അയാൾ പറയുന്നില്ല. പക്ഷെ ഈ സ്ത്രീക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവര് ഈ ഒരു പ്രശ്നം മുമ്പിൽ നിൽക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Now she smiles at him, making him feel fine and looks at the hotel stickers which tells about their physical relation. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ സ്ത്രീ അവരുടെ ബാഗിൽ നിന്ന് അവർ താമസിച്ച റൂമിന്റെ അല്ലെങ്കിൽ ഹോട്ടൽസിന്റെ ബിൽസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവും അവരൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. അത് കാരണമായിരിക്കാം ചിലപ്പോൾ അവർക്ക് എന്തുണ്ടായിരിക്കുക, ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് മുന്നിലേക്ക് കൊണ്ടുപോകണ്ടേ എന്നുള്ളൊരു പ്രശ്നം ഈ ഒരു ലേഡിയുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ എന്താ ഉണ്ടാവുന്നത്, അയാൾക്ക് അത് വേണ്ട, അബോർഷൻ ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായം അയാളുടെ മുമ്പിലുണ്ട്. അപ്പൊ ലാസ്റ്റ് ഈ ലേഡി, ഈ ഗേൾ ചിരിച്ചിട്ട് അയാളെ സമാധാനിപ്പിക്കാൻ പറയാണ്, ഞാൻ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു ചിരി കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഇയാൾ തുറന്ന് പറയുന്നില്ല ഇത്രയും വലിയൊരു പ്രശ്നത്തിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്. ഓപ്പറേഷൻ ഈസ് ആൻ അബോർഷൻ ആൻഡ് ദ വൈറ്റ് എലിഫന്റ് ഈസ് ആൻ അൺബോൺ ചൈൽഡ്. അബോർഷനാണ്. അപ്പൊ ആദ്യമായിട്ട് തുറന്ന് പറയുകയാണ്, ഈ വൈറ്റ് എലഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ഉള്ളിൽ പറയാതെ കിടക്കുന്ന ഈ ഒരു പ്രശ്നം എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്? ഒരു അൺബോൺ ചൈൽഡ് ആണുള്ളത്. അൺബോൺ ആയിട്ട്
ഉള്ളൊരു ചൈൽഡ്. അപ്പൊ അബോർഷൻ ചെയ്യണോ ചെയ്യേണ്ടയോ അവർക്ക് ആർക്കും ഒരു എന്താ പറയാ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇയാൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. Now, the story ends without telling us what happens, leaving their future uncertain. അപ്പോൾ ഒരു ഉത്തരവും നൽകാതെ അവസാനം ഈ കഥ അവസാനിക്കുകയാണ്. എന്താ ഇവര് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഉണ്ടോ നല്ലതാണോ ചീത്തയാണോ ഒന്നും നമ്മളോട് പറയുന്നില്ല. അവരെന്തേ പറയുന്നുള്ളൂ, അങ്ങനെ ആ ഒരു തീരുമാനമായി എന്നുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടി ചിരിക്കുന്നതോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പൊ നമ്മളെ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗിലേക്ക് ഇടുകയാണ്. നമ്മളാണെങ്കിൽ ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യും? എന്താ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമാണ്. വേണമോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിന് നീട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സർട്ടൻ ആയിട്ടുള്ള എൻഡിങ് ഇല്ലാതെ ഈ കഥ അവസാനിക്കുമ്പോൾ നമ്മളാണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ ഉത്തരവാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്താണ് ഇവര് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലോ, ഇവര് ഹാപ്പി ആയിട്ടാണോ എൻഡ് ചെയ്യുന്നത് അതോ അല്ലാതെയാണോ എൻഡ് ചെയ്യുന്നത്, നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് പറയുന്ന പോലെയാണ് കഥ എൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയൊരു പ്രശ്നം മുമ്പിലുള്ളപ്പോൾ പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഡിസിഷൻ എടുക്കുകയോ തുറന്നൊരു ഓപ്പൺ ടോക്കോ അവർ നടക്കുന്നില്ല. അതാണ് എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്ന പോലെ ഒരു ഫ്രൈസസ് ഒക്കെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയാണ് കഥയുടെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ലേഡിയും അതുപോലത്തെ ഇയാളും തമ്മിലുള്ള അൺനോൺ കോൺവെർസേഷൻസ് ഇവിടെ കാണാൻ പറ്റും. അത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ല ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കിക്കാം. മോഡൽ ക്വസ്റ്റ്യൻസ്, ഇത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്? അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് അതിന്റെ ചോദ്യവും ഉത്തരവും. എന്താണ് ഇതിന്റെ ടൈറ്റിൽ? അവര് പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹില്ലിനെ എന്തായിട്ട് കമ്പയർ ചെയ്യുന്നു, വൈറ്റ് എലഫന്റ് എന്താണ്, അവരുടെ ഉള്ളിലുള്ള സംശയമാണത്. അവര് പറയാതെ പറയുന്ന കുറച്ച് ജസ്റ്റേഴ്സ് ആണ് അത്, ഹിൻസ് ആണ് അത്. ഓക്കെ, അപ്പൊ എന്താണ് ആ ടൈറ്റിലിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് ഡിസ്ക്രൈബ് ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി. അത് സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, സ്പെയിനിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ചുറ്റുമുള്ള മലകളിലേക്ക് നോക്കുന്ന രണ്ടുപേരെയാണ് നമ്മൾക്ക് കാണുന്നത്. അവിടെ അവർ എന്തൊക്കെ കാണുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. സോ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ആലോചിച്ചിരിക്കണം. എവിടേക്കാണ് അവർ പോകുന്നത്, മാഡ്രിഡിലേക്കാണ് അവർ പോകുന്നത് എന്ന് തുടങ്ങി ആ ഒരു ഡീറ്റെയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോറിയുടെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഏത് രാജ്യത്തെ ഏതൊരു കാലഘട്ടത്തിലാണ് സെറ്റ് ചെയ്തത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കേണ്ട കാര്യം. And what are the main themes presented in the chapter? ഈ ചാപ്റ്ററിൽ പറയുന്ന മെയിൻ തീം എന്താണ്? അത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തേത് ഇവർ തമ്മിലുള്ള സ്ട്രഗിൾ, അതുപോലെ എങ്ങനെയാണ് അവർ നേച്ചറിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വിമൻസ് കമന്റ് ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്. എന്തുകൊണ്ടാണ് ആ സ്ത്രീ പറയുന്നത് ഈ കുന്നുകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ആന നിൽക്കുന്നത് പോലെ, വെള്ള ആന നിൽക്കുന്നത് പോലെ തോന്നുന്നത്? ഒന്നാമത്തേത് അവരുടെ ഉള്ളിലുള്ള കുഞ്ഞിന്റെ കാര്യമാണ്. രണ്ടാമത്തേത് അവര് പറയാൻ ശ്രമിക്കുന്ന എന്നാൽ അവരൊരിക്കലും ഡിസ്കസ് ചെയ്യാത്ത, നമ്മൾ നേരത്തെ ഒരു പ്രൊവർബ് പറഞ്ഞ പോലെ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നില്ലേ, പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ചർച്ച ചെയ്യാൻ ബാക്കി വെക്കുന്നുണ്ട്. എന്നിരുന്നിട്ടും അവർ വേറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ തൊട്ടുകൊണ്ട് പറയുന്നത്. സോ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ആ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസും ആ പറഞ്ഞ കമന്റിന്റെ സിഗ്നിഫിക്കൻസും ഇതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് സീ യു.